ജബ്ബാർ പറയുന്ന ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബദറിൽ ഖുറൈശികൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നത് പെട്ടെന്നായതുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടതെന്നാണ്. വസ്തുത എന്താണ്? ചരിത്രം എഴുതി വച്ചിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുള്ള സംഗതി, മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ട 312 ആളുകൾ, ഈ ആളുകൾ പുറപ്പെട്ടിട്ടുള്ളത് യുദ്ധത്തിന് വേണ്ടിയായിരുന്നില്ല. അവർ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടികൂടാൻ പോയതാണ്. അതുകൊണ്ടാണ് അവർ വേണ്ടത്ര ആയുധം കരുതാതിരുന്നതും വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ കരുതാതെ പോയിട്ടുള്ളതുമൊക്കെ. അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൻ്റെ അനുചരന്മാരെ ഒരിടത്ത് സമ്മേളിപ്പിച്ചുകൊണ്ട് അവരോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കച്ചവട സംഘം രക്ഷപ്പെട്ടു, ഇനി യുദ്ധമാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ അൻസാറുകളിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗം ആദ്യത്തിൽ യുദ്ധത്തിന് വിമുഖത പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ ആ സംഗതി സൂറത്ത് അംഫാലിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വീണ്ടും ആവർത്തിച്ചപ്പോൾ മുഹാജിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം പിന്തുണ നൽകിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സംതൃപ്തനായില്ല. കാരണം എന്താ? മദീനക്കാർ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ, അഖബയിൽ വെച്ചുണ്ടാക്കിയിട്ടുള്ള കരാർ എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ളപ്പോൾ നബിയെ സംരക്ഷിക്കാമെന്നുള്ളതാണ്. തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംരക്ഷിച്ചു കൊള്ളാം എന്നാണ് മദീനക്കാർ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ എന്ന് പറയുന്നത്. മദീനയുടെ പുറത്ത് നബിയെ സഹായിക്കാമെന്ന് അവർ കരാറുണ്ടാക്കിയിട്ടില്ല, നബിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അൻസാറുകളുടെ ഇംഗിതം എന്താണെന്ന് നബിക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. നീരസം പ്രകടിപ്പിച്ച ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറല്ല എന്നതുകൊണ്ടല്ല, തങ്ങൾ യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ടല്ല വന്നിട്ടുള്ളത്, കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചാണ് വന്നിട്ടുള്ളത്, തങ്ങളുടെ കയ്യിൽ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള കോപ്പുകളൊന്നുമില്ല എന്നതുകൊണ്ടാണ് അവർ നീരസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്, പണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് തൻ്റെ ജനത പറഞ്ഞതുപോലെ ഫലസ്തീനിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ മൂസാ നബിയോട് അദ്ദേഹത്തിൻ്റെ ആളുകൾ പറഞ്ഞത്, ഇദ്ഹബ് അൻത റബ്ബുക ഫഖാതില, നീയും നിൻ്റെ നാഥനും പോയിട്ട് യുദ്ധം ചെയ്തോ, ഇന്നാ ഹാഹുന ഖാഇദു, ഞങ്ങളിവിടെ ഇരിക്കുകയാണെന്നാണ്. എന്നാൽ ഇതേ മട്ടിൽ ഞങ്ങൾ താങ്കളോട് പറയുകയില്ല, മറിച്ച് ഞങ്ങൾ പറയാം, ഇദ്ഹബ് അൻത റബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ, താങ്കളും താങ്കളുടെ നാഥനും യുദ്ധം ചെയ്യുക, ഞങ്ങളും നിങ്ങൾക്കൊപ്പം യുദ്ധത്തിനുണ്ട് എന്നായിരിക്കും ഞങ്ങൾ പറയാം എന്നാണ് അൻസാറുകൾ പിന്നീട് പ്രതികരിച്ചിട്ടുള്ളത്. ഈ പ്രതികരണം വന്നപ്പോൾ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അൻസാറുകളിൽ നേരത്തെ നീരസം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾക്കും തോന്നി, ഇതായിരുന്നുവല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയേണ്ടിയിരുന്നത്. അങ്ങനെ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുകൂലമായിട്ട് പിൻബലം നൽകിയിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുള്ളത്, വൈദി യഅിദുക്കുമുല്ലാഹു ഇഹ്ദ ത്വായിഫത്തൈൻ എന്ന സൂറത്ത് അംഫാലിലെ ഖുർആൻ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് 2 തായിഫത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു തായിഫത്ത്, അതായത് കച്ചവട സംഘം രക്ഷപ്പെട്ടു, ഇനി യുദ്ധസംഘമാണുള്ളത്, അവർക്ക് മേൽ നമ്മൾ വിജയം കൊയ്യും എന്ന് ഈ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുന്നത്.
മറുഭാഗത്ത് ജബ്ബാർ പറയുന്നത് പോലെ ആയിരുന്നുവോ ഈ ശത്രുപക്ഷത്തിൻ്റെ അവസ്ഥ? ഇവിടെ 310 ആളുകളാണ് യുദ്ധക്കളത്തിൽ ഇറങ്ങാനുള്ളത് എങ്കിൽ 2 ആളുകൾ നബിയുടെ ചാരന്മാരായിട്ട് പുറത്താണുള്ളത്. 3-ാമത്തെ ആൾ നബിയുടെ മകൾ റുഖയ്യയുടെ ഭർത്താവ് ഉസ്മാനാണ്. അദ്ദേഹം മദീനയിൽ റുഖയ്യ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുകയാണ്. അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് 313 എന്ന് എണ്ണുന്നത്. എന്നാൽ ഖുറൈശികളുടെ പക്ഷത്ത് ആളുകൾ എത്ര ഉണ്ടായിരുന്നു? ചരിത്രം പറയുന്നുണ്ട് 950. ഈ 950 കണക്കാക്കുന്നത് അവർ അറുത്തിട്ടുള്ള ഒട്ടകത്തിൻ്റെ എണ്ണം വെച്ചിട്ടാണ്. ഒരു ദിവസം 10 ഒട്ടകവും അടുത്ത ദിവസം 9 ഒട്ടകവുമാണ് അവർ അറുത്തിരുന്നത്. ഒരു ഒട്ടകത്തിന് 100 ആളാണ് കണക്ക്. അതനുസരിച്ച് 950 ആളുകൾ എന്നതാണ് കണക്ക്. മാത്രമല്ല അവരുടെ കയ്യിൽ വേണ്ടത്ര ആയുധങ്ങളുണ്ട്, ഭക്ഷണ സാമഗ്രികളൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ അനുചരന്മാരുടെ കയ്യിൽ വേണ്ടത്ര ആയുധങ്ങളുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഈ വസ്തുത ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ജബ്ബാർ പെട്ടെന്ന് നടന്ന യുദ്ധമായതുകൊണ്ടാണ് ബദറിൽ എതിരാളികൾ പരാജയപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞത്. പെട്ടെന്ന് നടന്നതല്ല, അവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വന്നിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, അബൂ സുഫിയാൻ കച്ചവട സംഘവുമായിട്ട് രക്ഷപ്പെട്ട് മക്കയിലെത്തിയതിന് ശേഷം അബൂ സുഫിയാൻ അബൂജഹലിൻ്റെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞേക്കുന്നുണ്ട്, ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി യുദ്ധത്തിന് പോകേണ്ടതില്ല, തിരിച്ചു പോരണമെന്ന് അബൂ സുഫിയാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ നിർദ്ദേശം അംഗീകരിക്കാൻ അബൂജഹൽ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അബൂജഹൽ ധിക്കാരത്തോടു കൂടി അഹങ്കാരത്തോടു കൂടി പറഞ്ഞത്, ഞങ്ങൾ ബദറിൽ ചെന്ന് നന്നായി സുഖിച്ച് മുഹമ്മദിനെ പേടിപ്പിച്ച് അവിടെ കള്ളു കുടിച്ച് വേണ്ടത്ര കൂത്താടിയിട്ടേ തിരിച്ചു വരുള്ളൂ എന്നാണ്. ഈ കൂത്താട്ടത്തിനാണ് യഥാർത്ഥത്തിൽ അവർ ബദറിലേക്ക് പോയിട്ടുള്ളത്. അവർ യുദ്ധം അബൂജഹലും ആളുകളും യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അവർ വേണ്ടത്ര ആയുധം കരുതിയിട്ടുണ്ട്, വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ കരുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആളുകളെയും കരുതിയിട്ടുണ്ട്. ജബ്ബാർ പറയുന്നത് പോലെ പെട്ടെന്ന് യാദൃച്ഛികമായിട്ടുണ്ടായിട്ടുള്ളൊരു യുദ്ധമല്ല അത്. യാദൃച്ഛികത മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് യാദൃച്ഛികത എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. കാരണം അവർ യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് വന്നതല്ല. മക്കയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ, അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ പോയ ശത്രുക്കൾ, അവർ യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പം ജബ്ബാർ പറയുന്നത് നേരെ തിരിച്ചാണ്. വസ്തുതക്ക് നേരെ തിരിച്ചാണ് ജബ്ബാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസ്തുത എന്താണ്? വസ്തുത മദീനയിലുള്ള ആളുകൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും സംബന്ധിച്ചിടത്തോളമാണ് ബദറിലെ യുദ്ധം യാദൃച്ഛിക യുദ്ധമായി തീരുന്നത്. ഒരു മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ടുള്ള യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടുള്ള ഒരു പുറപ്പാടായിരുന്നില്ല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും പുറപ്പെട്ടിരുന്നത് എന്നതാണ് വസ്തുത. ഖുറൈശികളാണെങ്കിൽ അവർ യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് സർവായുധ വിഭൂഷിതരായിട്ട് എല്ലാ ഒരുക്കത്തോടും കൂടി തന്നെയാണ് അവർ യുദ്ധത്തിന് പോയിട്ടുള്ളത്. എന്നിട്ടും അവർ പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത. ഈ വസ്തുതയെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തതാണ് ജബ്ബാറിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞത്. കാരണം ജബ്ബാർ യുക്തിവാദിയായതുകൊണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം അംഗീകരിക്കാൻ ജബ്ബാർ തയ്യാറല്ല എന്നാണ്. അതുകൊണ്ട് പെട്ടെന്നുള്ള യാദൃച്ഛികമായിട്ടുള്ളൊരു യുദ്ധം എന്ന് ഖുറൈശികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വാദിക്കാൻ ജബ്ബാർ ചെയ്യേണ്ടത്. ഈ വാദത്തിൽ ഒരിക്കലും ജബ്ബാറിന് വിജയിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. കാരണം ചരിത്ര വസ്തുതകൾ ജബ്ബാറിൻ്റെ വാദഗതികൾക്കെതിരാണ്. തെളിവ് സമർപ്പിക്കാൻ ജബ്ബാറിന് സാധ്യമല്ല എന്നതാണ് കാരണം. അപ്പോൾ തീർത്തും പരാജയപ്പെട്ട ഒരു വാദമാണ് ജബ്ബാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഖുറൈശികളുടെ പക്ഷത്ത് നിന്ന് അവർക്ക് വലിയ വലിയ നേതാക്കന്മാരൊക്കെ നഷ്ടപ്പെട്ടു. ഇതൊരു വസ്തുതയാണ്. ഈ വസ്തുത വെച്ചുകൊണ്ട് വേണം നബി സല്ലല്ലാഹു, ഈ വസ്തുത എന്ന് പറയുമ്പോൾ നേരത്തെ ഖുറൈശികൾ മദീനയിലെ ഔസ് ഖസറജ് നേതാക്കന്മാർക്ക് എഴുതിയിട്ടുള്ള കത്തും മദീനയെ ആക്രമിക്കാൻ വേണ്ടി അവർ തയ്യാറെടുത്തിട്ടുള്ള തയ്യാറെടുപ്പും ഇതൊക്കെ മുമ്പിൽ വെച്ച് വേണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുറൈശികൾക്കെതിരെയുള്ള നീക്കത്തെ കാണാനും വിലയിരുത്താനും. അതിന് പക്ഷേ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ തയ്യാറാവുകയില്ല. കാരണം അവർക്ക് വസ്തുതയായി അംഗീകരിക്കുക എന്നുള്ളതല്ല, ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും തകർക്കാനും താറടിച്ച് കാണിക്കാനും കഴിയുക എന്നുള്ളതാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ വസ്തുതകൾ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത്. ജബ്ബാർ ഈ ഒരു രീതിയിലാണ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.